സങ്കേതവും അവലംബവും കോട്ടയും അവനീലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും അവനീലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. തുണയെനിക്കേശുവേ കുറവിനില്ലതാൽ അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. പകയന്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും താൻ പകർന്നിടും കൃപമഴ പോ. പകയന്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും താൻ പകർന്നിടും കൃപമഴ പോ. തുണയെനിക്കേശുവേ കുറവിനില്ലതാൽ അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ സഭായോഗമായി കൂടി വരുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഏറ്റവും ധന്യകരമായ അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇത്രത്തോളം ദൈവമക്കൾക്ക് കൂടി വരുവാൻ ദൈവമിടയാക്കതിൽ ഞാനും ദൈവത്തിന് നന്ദി പറയുകയാണ്. നമ്മെ ഏവരെയും ദൈവം പരിപാലിക്കുന്ന ദൈവകൃപ എത്രയോ ശ്രേഷ്ഠമാണ്. എളിയവരും ദൈവപാദപീഠത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവമക്കളുടെ മുൻപാകെ ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിപ്പാൻ ദൈവമിടയാക്കുന്ന നല്ല മുഖാന്തരങ്ങൾക്ക് നന്ദി പറയുകയും ദൈവപാദപീഠത്തിൽ എന്നെ തന്നെ സമർപ്പിക്കുകയും ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യരായ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവവചന ചിന്തകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഇന്ന് പകൽ ക്ഷണിക്കാം. 127 സങ്കീർത്തനം സഭയായിട്ട് നാം പാടുവാനായിട്ട് ഇടയായി തീർന്നു. വളരെ ശക്തമായ ഒരു ആരാധന ഇവിടെ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. വിടുതലിന്റെ സാക്ഷ്യങ്ങളെ ഇവിടെ കേൾപ്പാനായിട്ട് ഇടയായി തീർന്നു. എന്നിവിടെ കേൾക്കുന്ന ദൈവവചന ചിന്തകൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് അനുഗ്രഹമായി ആശ്വാസമായി തീരട്ടെ എന്ന് മനഃപൂർവ്വമായി ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കുന്ന ഭാഗം 127 സങ്കീർത്തനത്തോട് ബന്ധപ്പെട്ടു. അതിൽ നിന്ന് ചില ആത്മീക ദൂതുകൾ കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തിൽ പ്രേരണ നൽകിയത് ദൈവമക്കളുമായിട്ട് പങ്കുവയ്ക്കാം. 127 സങ്കീർത്തനത്തിലെ 1ഉം 2ഉം വചനങ്ങളിൽ 3 തവണ അവിടെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക പദമുണ്ട്. വ്രത അധ്വാനിക്കുന്നു, വ്രത ജാഗരിക്കുന്നു, അതുപോലെ തന്നെ അധികാലത്തെ എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. 3 കാര്യങ്ങൾ അവിടെ വ്യർത്ഥമത്രേ. വ്യർത്ഥമായ, പ്രയോജനരഹിതമായ, ഗുണമില്ലാത്ത, ഫലമില്ലാത്ത അനുഭവങ്ങളായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കിയാൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു. ദൈവത്തെ കൂടാതെയുള്ള പണികളെല്ലാം വൃഥാവാണ്. ദൈവത്തെ കൂടാതെയുള്ള അധ്വാനങ്ങളെല്ലാം വൃഥാവാണ്. ദൈവത്തെ കൂടാതെയുള്ള കാവലുകളെല്ലാം വൃഥാവാണ്. ഈ 3 കാര്യങ്ങളാണ് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവജനം എന്നോട് ചേർന്നൊന്ന് പറയാമോ? 1, ദൈവത്തെ കൂടാതെയുള്ള പണികൾ,
അത് ഭർത്താവാണ്. 2, ദൈവത്തെ കൂടാതെയുള്ള കാവലികൾ, അത് ഭർത്താവാണ്. 3, ദൈവത്തെ കൂടാതെയുള്ള അധ്വാനങ്ങൾ, അത് പ്രയോജനരഹിതമാണ്, വൃഥാവാണ് എന്ന് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു. അങ്ങനെയെങ്കിൽ ഈ സങ്കീർത്തനം ഉറപ്പു നൽകുന്നു, ദൈവം പണികളുടെ കാര്യത്തിൽ നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ അത് വൃഥാവല്ല. കുടുംബജീവിതത്തിൽ ദൈവമുണ്ടെങ്കിൽ അത് കുടുംബജീവിതം വൃഥാവാകത്തില്ല. നാം കടന്നു പോകുന്ന ഇടങ്ങളിൽ ദൈവിക കാവലുകൾ ഉണ്ടെങ്കിൽ, ദൈവിക സംരക്ഷണമുണ്ടെങ്കിൽ, നാം കാക്കുന്ന പലതും, നാം ചിന്തിക്കുന്ന പലതും അത് പരാജയമെന്ന് ചിന്തിക്കുമ്പോൾ, ദൈവമാണ് നമ്മയും നമ്മുടെ തലമുറകളെ സൂക്ഷിക്കുന്നതെങ്കിൽ കാവലുകൾ അത് പരാജയമല്ല, അത് വിജയമാണ്. 3, ദൈവമാണ് നമ്മുടെ അധ്വാനങ്ങളെ നിയന്ത്രിക്കുന്നതെങ്കിൽ, നമ്മുടെ അധ്വാനങ്ങളുടെ ഉടമസ്ഥത ദൈവത്തിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എങ്കിൽ, ദൈവകരങ്ങളിലാണ് നമ്മുടെ അധ്വാനങ്ങൾ സമർപ്പിച്ചിരിക്കുന്നതെങ്കിൽ, എന്റെ അധ്വാനങ്ങളൊക്കെ 0 ആയ കർത്താവേ, ദൈവത്തിന്റെ കയ്യിൽ എന്നെ സമർപ്പിച്ചിരിക്കുന്നുവെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ അധ്വാനങ്ങൾ വിജയത്തിലെത്തുവാൻ ഇടയാകും. ഈ നാളുകളിൽ നമ്മുടെ ദൈവമക്കളും എന്നെ ശ്രമിക്കുന്ന മാന്യരായ ദൈവത്തിന്റെ മക്കളും പലയിടങ്ങളിൽ കഷ്ടത അനുഭവിക്കുകയാണ്, പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. പ്രത്യേകിച്ച് അവരുടെ അധ്വാനങ്ങളിലൂടെ ലഭിക്കേണ്ട വരുമാനങ്ങളിൽ അവർ ഭാരം അനുഭവിക്കുന്നു, അവർ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, വലിയ ബുദ്ധിമുട്ടുകൾ അവരനുഭവിക്കാനായിട്ട് ഇടയായിത്തീരുന്നു, വലിയ പ്രതിസന്ധികളിൽ അവരനുഭവിക്കാൻ ഇടയായിത്തീരുന്നു. എന്നാൽ ഇന്ന് പകൽ ഞാൻ ഉറപ്പായിട്ട് സങ്കീർത്തനത്തിലൂടെ പറയട്ടെ, ദൈവമാണ് നമ്മുടെ അധ്വാനങ്ങളെ നിയന്ത്രിക്കുന്നത് എങ്കിൽ അത് വൃഥാവായി പോകത്തില്ല. അതാണ് ഇന്നത്തെ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. വളരെ പ്രയാസമേറിയ ടെസ്റ്റുകളൊക്കെ പാസ്സായ സാക്ഷ്യങ്ങൾ, ദൈവം വെടിവിച്ച വിടുതലിന്റെ അനുഭവങ്ങൾ, ദൈവം തുറന്ന വഴികളെ കുറിച്ചൊക്കെ നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ നാം ദൈവത്തോട് ചേർന്ന് നടക്കുകയും നമ്മുടെ എല്ലാ അധ്വാനങ്ങളും, നാം ചെയ്യുന്ന എല്ലാ പണികള്, എല്ലാ കെട്ടുപണികള്, നമ്മുടെ എല്ലാ കാവലുകൾ, അല്ലെങ്കിൽ നമ്മുടെ തലമുറ പോകുന്ന ഇടങ്ങളിൽ അവരുടെ സംരക്ഷണങ്ങൾ ദൈവത്തെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ വചനം നമുക്ക് ഉറപ്പു തരുന്നു, അത് വൃഥാവായി പോവുകയില്ല. അതിന് ഉറപ്പായിട്ട് സങ്കീർത്തനത്തിൽ നൽകിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇതെല്ലാം വൃഥാവായിരിക്കുമ്പോൾ തന്നെ അതിന്റെ അടുത്ത പദത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, തന്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. ശലോമോനുള്ള ബന്ധത്തിൽ ഈ സങ്കീർത്തനത്തെ കാണുവാൻ കഴിയുമ്പോൾ നമുക്ക് ഇപ്രകാരം മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. നാഥാൻ പ്രവാചകൻ ശലോമോൻ ജനിച്ചതായ സമയത്ത് ദാവീദ് രാജാവിന്റെ അടുക്കൽ കടന്നു വരുവാനും, നാഥാൻ പ്രവാചകൻ യഹോവയുടെ പ്രീതി നിമിത്തമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം നിമിത്തമാണ് ശലോമോന് യെദിദ്യാവെന്ന പേരിടുവാനിടയായി തോന്നുന്നു. ആ യെദിദ്യാവെന്ന പേരിന്റെ അർത്ഥവും ദൈവത്തിന് പ്രിയൻ, യഹോവയ്ക്ക് പ്രിയൻ, അല്ലെങ്കിൽ ദൈവത്തിന് സ്നേഹമുള്ളവൻ എന്നൊക്കെയാണ്. അങ്ങനെയെങ്കിൽ ശലോമോനുള്ള ബന്ധത്തിൽ ഈ പദങ്ങൾ ചിന്തിച്ചാൽ ഈ സങ്കീർത്തനത്തിന്റെ എഴുത്തുകാരൻ ശലോമോനാകുന്നതെങ്കിൽ ഉറപ്പായിട്ട് ആ എഴുത്തുകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ പേരിൽ തന്നെ ദൈവത്തിന് എന്നോട് പ്രിയമുണ്ട്, ദൈവത്തിന് എന്നോട് സ്നേഹമുണ്ട്. ദൈവത്തിന് എന്നോട് സ്നേഹമുള്ളത് കൊണ്ട് ഉറക്കത്തിൽ ദൈവം അത് തരുവാനായിട്ടിടയായി തരും. തന്റെ വ്യക്തിപരമായ ജീവിതത്തിലും ശലോമോനുള്ള ബന്ധത്തിൽ അപ്രകാരമാണ് കാണുവാനായിട്ടിടയായിത്തീരുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിലെ 4 മുതൽ താഴോട്ട് 15 വരെയുള്ള വാക്യങ്ങളൊക്കെ പരിശോധിച്ചാൽ അവിടെ കാണുവാനായിട്ടിടയായിത്തീരുന്നു. തന്നോട് ഉറക്കത്തിലാണ് ദൈവം ഇടപെടുവാനായിട്ട് ഇടയായിത്തീർന്നത്. ജ്ഞാനവും
അത് ഉറക്കത്തിലായിരുന്നുവെന്ന് കാണുവാൻ ഇടയായിത്തീരുന്നു. മറ്റൊരർത്ഥവും ആ വചനത്തിലുണ്ട്, തന്റെ പ്രിയൻ ഉറക്കം കൊടുക്കുന്നുവെന്ന്. എന്ന് പറഞ്ഞാൽ സമാധാനത്തോടെ ഉറങ്ങുവാനായിട്ട് ഇടയാകുന്നുവെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ ആ വചനം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. 3:15. ശലോമോൻ ഉറക്കമുണർന്നപ്പോൾ അത് സ്വപ്നമെന്ന് കണ്ടു. എന്താ വചനത്തിന്റെ അർത്ഥം? നിങ്ങളത് വീട്ടിൽ ധ്യാനിച്ചാൽ മതി. ഇവിടെ എല്ലാ വാക്യങ്ങളും വായിപ്പിക്കുവാൻ കഴിയുന്നില്ല. ദൈവത്തോട് താൻ ചോദിപ്പാൻ ഇടയായി തീർന്ന കർത്താവേ, ജനത്തെ പാലിക്കാനുള്ള കഴിവെനിക്ക് തരണമെന്ന് പറഞ്ഞു. ദൈവം തനിക്ക് പരിപാലന വരം മാത്രമല്ല കൊടുത്തത്, മറിച്ച് പരിപാലന വരം കൊടുത്തപ്പോൾ ജ്ഞാനവും വിവേകവും സമ്പത്തുകളും ആർക്കും ലഭിക്കാത്തവണ്ണമുള്ളതാകുന്ന സമ്പത്തുകളും എല്ലാം നൽകിക്കൊടുക്കുവാൻ ഇടയായി തീർന്നു. അതിനുശേഷമായിട്ട് വചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി, ശലോമോൻ ഉറക്കമുണർന്നപ്പോൾ അത് സ്വപ്നമെന്ന് കാണുവാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഈ വചനത്തോട് നീതി പുലർത്തിക്കൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം ഉറക്കത്തിൽ കൊണ്ടുവരുന്ന ദൈവമാണ്. എത്ര പേർക്ക് ആ ഒരു ഉറപ്പ് ലഭിക്കുവാനായിട്ടിടയായി തീരും. ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭങ്ങളിൽ തട്ടി ഉണർത്തി വിളിച്ചു കൊണ്ടുതരുവാൻ ദൈവം മതിയായ ദൈവമെന്ന് എത്ര ദൈവമക്കൾക്ക് ഉറപ്പായിട്ടെന്ന് പറയുവാനായിട്ട് കഴിയും. എന്റെ പണികളും എന്റെ കാവലുകളും എന്റെ അധ്വാനങ്ങളും വ്യർത്ഥമായി എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങളിൽ ആത്മീയോടെ തന്നെ വിളിച്ചു പറയട്ടെ, ഉറങ്ങിക്കിടക്കുന്ന അനുഭവങ്ങളിൽ തട്ടി ഉണർത്തി വിളിച്ചു തരുവാൻ സർവശക്തനായ ദൈവം മതിയായവനാണ്. ഈ വചനത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ ഈ ആലയത്തിൽ ഈ സന്ദേശം കേൾക്കുകയും ഈ സന്ദേശത്തിന്റെ കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ തട്ടി ഉണർത്തി ഉറക്കത്തിൽ വിളിച്ചു തരുന്നത് പോലെയുള്ള അനുഭവങ്ങൾ വെളിപ്പെടട്ടെ. അതായി ആരാധനയിലും സാക്ഷ്യങ്ങളെ കേട്ടത്. ഈ COVID-19 കാലത്ത് ദൈവം തുറന്ന വഴികളെ കുറിച്ച് ഇന്ന് മുതൽ സാക്ഷ്യങ്ങളെ കേൾപ്പാൻ ഇടയായി തീർന്നു. UK പോകുവാൻ വഴികളുടെ അനുഭവങ്ങൾ നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നാളുകളായി പെൻഡിംഗ് ആയ വിഷയങ്ങളിൽ ദൈവം തുറന്ന വഴികൾ ശ്രേഷ്ഠമാണെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, തന്റെ പ്രിയനെ അവൻ ഉറക്കത്തിൽ തട്ടി ഉണർത്തി കൊടുക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവരെ കരുതിയെടുത്ത ദൈവത്തെ സ്തുതിക്കട്ടെ. ഓ ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഒരുപക്ഷേ അനേക അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. ഞാൻ പലപ്പോഴും സാക്ഷ്യങ്ങൾ പറയാൻ മടിക്കാറുണ്ട്. കാരണം അത്ര അവിശ്വസനീയമാണെന്നും ദൈവം പരിപാലിക്കുന്ന ദൈവമാണ്. ഈ COVID-19 കാലത്ത് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഒരു അത്ഭുതം പറയാം. മാർച്ച് മാസം 22 മുതൽ വളരെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടായി. ഞെരുക്കങ്ങൾ ഉണ്ടായി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹായിപ്പാനിടയായി അനേക ദൈവമക്കൾ സാധുക്കളായ പ്രിയപ്പെട്ടവര് ഭവനങ്ങളിൽ അതേ പല നന്മകൾ എത്തിപ്പോവാനിടയായി. സഭയിൽ നിന്ന് തന്നെ പച്ചക്കറി കിറ്റുകള്, അരി, പലവറ്റന കിറ്റുകള് ഒക്കെ സഭാമക്കൾ പലരും ഫാസ്നേജിൽ കൊണ്ടുതരുവാനായിട്ടിടയായി തീർന്നു. രാമൻ പറയാമോ? പല ആഹാര സാധനങ്ങൾ കൊണ്ടുതരുവാനിടയായി. എന്നാൽ തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു രാത്രി 9 മണി സമയമായിരുന്നു. ഏപ്രിൽ മാസം ആണെന്ന് ഞാൻ ഓർക്കുന്നു. രാത്രി 9 മണി സമയമായപ്പോൾ ഞാൻ മുറിക്കകത്താണ്. വീട്ടിൽ ആരോ വന്ന് കോളിംഗ് ബെൽ അടിച്ചു. വീട്ടിൽ കോളിംഗ് ബെൽ അടിച്ച് ആളിനെ ഞാൻ കണ്ടില്ല. ഞാൻ ഇറങ്ങി വരുന്നതിന് മുൻപേ ആള് പുറത്തു പോയി. അപ്പോൾ വീട്ടിൽ വന്നയാളിനെ എന്റെ വൈഫ് കണ്ടു. വീട്ടിൽ വന്നയാള് 3 കവർ, ശ്രദ്ധിക്കണം, 3 കവർ സാധനങ്ങൾ
വീട്ടിൽ കൊണ്ടുവന്നു. ഒന്ന് ഒരു പാക്കറ്റ് നിറച്ച അരി, ഒന്ന് ഒരു വീട്ടിലേക്ക് വേണ്ട സകല പലവ്യഞ്ജന സാധനങ്ങൾ, ഒന്ന് മിക്സറ്, ബിസ്ക്കറ്റ്, സകല ഐറ്റം കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നത്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണമേ. ഇത് കൊണ്ട് തന്നത് ആരാണെന്ന് അറിയാമോ? തൊട്ടടുത്തുള്ള പൂവത്തൂർ IPC ചർച്ചിലെ വിശ്വാസി, ചർച്ചക്കോടിലെ പാസ്റ്റർക്ക് വേണ്ടി IPC ചർച്ചിൽ കൂടുന്ന വിശ്വാസി ഉറക്കത്തിൽ രാത്രി സമയത്തിൽ കൊണ്ടെത്തരുവാനായിട്ടിടയായിട്ടുണ്ടെങ്കിൽ ഇതൊരു പച്ചയായ സാക്ഷ്യം ഞാൻ വിളിച്ചു പറയുന്നത് വചനത്തോട് നീതി പുലർത്തി പറയുകയാണ്. എത്ര പേർക്ക് ആമേൻ പറയുവാനായിട്ട് കഴിയും? സഭാ വ്യത്യാസങ്ങളില്ലാതെ ദൈവം പ്രവർത്തിക്കുന്നു. ചർച്ചക്കോടിലെ പാസ്റ്റർക്ക് വേണ്ടി ആയിരക്കണക്കിന് രൂപ വില വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ബിസ്ക്കറ്റും മിക്സ്ചറും ഉൾപ്പെടെ സകല സാധനങ്ങളും അടങ്ങിയ കിറ്റ് പാസ്റ്റേജിൽ കൊണ്ടുവന്ന് ബെല്ലടിച്ചിട്ട് കൊണ്ടുവച്ചു. പക്ഷേ ആളിനെ പോലും കണ്ടില്ല. ഒരു വ്യക്തിയുടെ കൊടുത്തുവിട്ട് ആ വ്യക്തി പറഞ്ഞു, ഇന്നയാള് പറഞ്ഞു കൊണ്ടത്തരാൻ പറഞ്ഞെന്ന് പറഞ്ഞ് കൊണ്ടത്തരുവാനായി ഇടയായിട്ടിറങ്ങി ആമേൻ പറഞ്ഞ് കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നാം ചിന്തിക്കുന്ന പലതും കർത്താവാണെന്ന് ചിന്തിക്കുമ്പോൾ ഈ പ്രകൃതിയുടെ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, വൃദ്ധാവന്റെ സ്നേഹിത, നീ കിടക്കുന്ന സമയത്തോ അല്ല നീ ഭവനത്തിലായിരിക്കുമ്പോഴോ പ്രതീക്ഷിക്കാത്തവരാണ്. ഒരു പടിയൂടെ ഞാൻ കടന്നു പറഞ്ഞാൽ ചിലപ്പോൾ നീ പ്രതീക്ഷിക്കാത്ത വ്യക്തിയാണ്. അയൽ സഭയിലെ വിശ്വാസിയാണ്. അതെ, പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിരിക്കുന്നത് ഒരു ചർച്ചക്കാരുടെ പാസ്റ്റർക്ക് വേണ്ടി IPCയിലെ വിശ്വാസിയെ ദൈവം ഉപയോഗിച്ചെങ്കിൽ സന്തോഷമുള്ളവര് ആ കരം തട്ടിയുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തി ഇതുവരെ കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് കഴിയുമോ? എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന പച്ചയായ ഉപകാരങ്ങളെ, ദൈവം ചെയ്ത നന്മകളെ ഞാൻ പ്രകീർത്തിക്കഴിഞ്ഞാൽ അത് നന്ദികേടാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ ഇങ്ങനെ വിളിച്ചു പറയട്ടെ, തന്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുത്തു. നീ ചിന്തിക്കുന്ന, നീ അധ്വാനിക്കുന്നത് വന്നാവാണെന്ന്, നീ പ്രാർത്ഥിക്കുന്നത് വന്നാവാണെന്ന്, നിന്റെ പ്രയത്നങ്ങൾ വന്നാവാണെന്ന്, നാളെ ചെയ്യുന്നത് വന്നാവാണെന്നല്ലേ? ഇല്ല സ്നേഹിത, വന്നാവല്ല. ദൈവത്തോട് ചേർന്ന് നിന്ന നിന്റെ അധ്വാനമെങ്കിൽ, ദൈവത്തോട് ചേർന്ന് നിന്ന നിന്റെ പണിയെങ്കിൽ, ദൈവത്തോട് ചേർന്ന് നിന്ന നിന്റെ പ്രാർത്ഥനയെങ്കിൽ, ദൈവത്തോടൊപ്പമാണ്. ദൈവത്തെ കൂടാതെ അല്ല നിന്റെ പ്രവർത്തനമെങ്കിൽ പരാജയപ്പെടത്തില്ല. ബിസിനസ് അനുഗ്രഹിക്കപ്പെടും, ജോലി അനുഗ്രഹിക്കപ്പെടും, പ്രവർത്തന മേഖല അനുഗ്രഹിക്കപ്പെടും, അത് തലമുറ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തോട് ചേർന്ന് നിൽക്ക്, ദൈവത്തെ മുറുകെ പിടിക്ക്, ദൈവത്തിന് പണി ആരംഭിച്ചു കൊടുക്ക്. ദൈവമാണ് സകലം ചെയ്യുന്നതെന്ന് പറ. ഉയർത്തിപ്പിടിച്ചു പറ, എന്റെ സകലം ഞാൻ ദൈവത്തെ ഏൽപ്പിക്കുകയാണ്, എന്റെ സകലം ഞാൻ ദൈവത്തെ ഏൽപ്പിക്കുകയാണ്, ദൈവ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. എത്ര വ്യക്തികളുടെ ദൈവത്തിന്റെ മഹത്വത്തെ വിളിക്കുന്നതായിട്ട് കഴിവ് എന്റെ അനുഭവ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾക്ക് അത് സന്തോഷം വരുമോ? ദൈവത്തിന്റെ കർത്താവിന്റെ അത്ഭുത സാക്ഷ്യങ്ങളെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ അവർ ഉറക്കത്തിൽ പഠിക്കുന്നു പറയുമ്പോൾ കാരണം എല്ലാം ദൈവത്തെ ഏൽപ്പിച്ചിരിക്കും. സ്വന്തമായി ഒന്നുമില്ല, സ്വന്തമായി പുകഴ്ത്തുവാനൊന്നുമില്ല, സ്വന്തമായി തത്വമാനിച്ചതൊന്നുമില്ല, സ്വന്തമായി നേടിയതൊന്നുമില്ല. സ്വന്തമായി ലഭിക്കാവുന്ന ഒരു സർക്കാർ ജോലി ലഭിച്ചതായിരുന്നു. അത് ദൈവത്തിന് വിട്ടുകൊടുത്തു. ലഭിച്ച സർക്കാർ ജോലിയെ വിട്ടുകൊടുത്തു. ഉണ്ടായിരുന്ന സാഹചര്യങ്ങളെ ദൈവത്തിന് ഏൽപ്പിച്ചു. ചെയ്ത ജോലി കാര്യങ്ങളെ വിട്ട് ദൈവ ശബ്ദത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തു. അത് ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് മകൻ പറയട്ടെ, ഭാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക. സകല പണികളും ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം പണികളെ തുറക്കും. വീട്ടിൽ വന്ന് ബെല്ലടിക്കുവാനായി ഇടയായിരിക്കും. വിശ്വസിക്കണമെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. നാം ഇന്നത്തെ ആരാധനയിലെ പ്രധാന ചിന്ത 3 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു. വർദ്ധമത്രേ, വർദ്ധമത്രേ, വർദ്ധമത്രേ എന്നും. ഇനി നാം ചിന്തിക്കുന്നത് എന്താണ് വ്യർത്ഥമായിരുന്നത്, എന്താണ് വ്യർത്ഥമല്ലാത്തത്. അപ്പോൾ തന്നെ എന്തുകൊണ്ട് വ്യർത്ഥമല്ല, എന്ത് വ്യർത്ഥമായി പോകരുത്, ഈ കാര്യങ്ങൾ പരിമിതമായ മിനിറ്റിൽ ഞാൻ ദൈവമക്കളുമായിട്ടൊന്ന് പങ്കുവെക്കട്ടെ.
എന്താണ് വ്യർത്ഥമായിരുന്നത്? 1 പത്രോസിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം 18-ാമത്തെ തിരുവെഴുത്ത്. 1 പത്രോസിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം 18-ാമത്തെ തിരുവെഴുത്ത്. അവിടെ ഇങ്ങനെ കാണുന്നു: വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായവ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. കരമുയർത്തി ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. എന്താണ് വ്യർത്ഥമായിരുന്നത്? വ്യർത്ഥമായിരുന്നത് നമ്മുടെ പഴയ നടപ്പ് വ്യർത്ഥമായിരുന്നു. എത്ര പേര് ആമേൻ പറയും? ദൈവത്തെ അറിയാതെ ജീവിച്ച കാലയളവിലെ അനുഭവങ്ങൾ വ്യർത്ഥമായിരുന്നു. അതാണ് സങ്കീർത്തനത്തിൽ ഓർപ്പിച്ചത്. ദൈവത്തെ കൂടാതെയുള്ള പണികളും, ദൈവത്തെ കൂടാതെയുള്ള അധ്വാനങ്ങളും, ദൈവത്തെ കൂടാതെയുള്ള ജോലിയും കാവലും എല്ലാം വ്യർത്ഥമാണ്. വായിച്ച തിരുവെഴുത്തിൽ നാം കണ്ടു, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായിരുന്ന നിങ്ങളുടെ നടപ്പുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ കഴിഞ്ഞകാല അനുഭവങ്ങൾ വ്യർത്ഥമായിരുന്നു. അത് വ്യർത്ഥമായിരുന്നു. എത്ര പേർക്ക് പറയാൻ കഴിയും? ദൈവത്തെ അറിയാതെ ജീവിച്ച നാളുകൾ, കഴിഞ്ഞ നാളുകളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവണ്ണം പ്രയോജനപ്പെടാതെ ഇരുന്ന അനുഭവങ്ങൾ അത് വ്യർത്ഥമായിരുന്നു ചെയ്ത. എന്നാൽ ഇന്ന് മകൻ വിളിച്ചു പറയട്ടെ, എന്താണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തതെന്ന് അറിയാമോ? നമ്മുടെ കാര്യങ്ങൾ വ്യർത്ഥമായി തീരാതിരിക്കുവാൻ വേണ്ടി, നമ്മെ നന്മയിലേക്ക് നടത്താൻ വേണ്ടി, നിത്യതയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി, നമ്മെ കൈപിടിച്ച് നടത്തുന്നതിന് വേണ്ടി, നമ്മെ ഉയർത്തുന്നതിന് വേണ്ടി, നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നതിന്, നമുക്ക് വേണ്ടി വഴികളെ തുറക്കുന്നതിന് വേണ്ടി, ഒരു പുതിയ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്നതിന് വേണ്ടി ദൈവം ചെയ്തതെന്നറിയാമോ? യേശു ക്രിസ്തു എന്ന കളങ്കമില്ലാത്ത നിർദോഷമായ യേശു ക്രിസ്തുവിന്റെ പുണ്യാക രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുക്കുവാൻ ഇടയായി തീർന്നു. He redeemed us from the bondage of sin. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം നമ്മെ വീണ്ടെടുക്കുവാനായി ഇടയായി തീർന്നെങ്കിൽ ഭക്തോപരമായ അനുഭവങ്ങളെ വിദ്യകളുടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യ ദൈവജനത്തോട് ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മെ വീണ്ടെടുത്തത് പൊന്നും വെള്ളിയും കൊണ്ടല്ല. നമ്മെ വീണ്ടെടുത്തിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പുണ്യാക രക്തം കൊണ്ടാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ടെന്ന് മകൻ? എത്ര പേർ ആമേൻ പറയും? എന്നെ വീണ്ടെടുത്തിരിക്കുന്ന യേശു കർത്താവിന്റെ പുണ്യാക രക്തം കൊണ്ടാണെന്ന് ഇന്ന് പറയുന്ന രക്തത്തിന്റെ അടയാളം നിങ്ങളുടെ മേലുണ്ട്. ആ പുണ്യാക രക്തത്തിന്റെ അടയാളം കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിന്റെ മേലുണ്ട്. അതുകൊണ്ട് ഇന്ന് പകലിൽ വിളിച്ചു പറയണം, ഞാൻ വ്യർത്ഥമായി നടന്നിരുന്ന ഒരു സാഹചര്യമുണ്ട്, എന്നാൽ ഇന്ന് എന്റെ അനുഭവങ്ങൾ വ്യർത്ഥമായി തീരുന്നില്ല. കാരണം ക്രിസ്തുവിനെ വീണ്ടെടുത്തിരിക്കുന്നു, ക്രിസ്തുവിനെ ബലപ്പെടുത്തി ഭംഗിച്ചിരിക്കുന്നു, യേശുവിന്റെ പുണ്യാക രക്തത്താൽ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. നല്ലൊരു വീണ്ടെടുപ്പുകാരൻ നമുക്കുണ്ട്. യേശു ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരൻ എനിക്കുണ്ട്. എത്ര പേർക്ക് ആ ഒരു ഉറപ്പുണ്ട് ദൈവമക്കളെ? എന്താ വീണ്ടെടുപ്പുകാരന്റെ പ്രത്യേകത? ആ വീണ്ടെടുപ്പുകാരൻ നമ്മുടെ ഏറ്റവും അടുത്ത ചാർച്ചക്കാരനായിരിക്കണം. അത് അരൂത്തിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. ഏറ്റവും അടുത്ത ചാർച്ചക്കാരനായിരിക്കണം. 2, മഹാധനവാനായിരിക്കണം. ബോവസിന് അത് കാണുവാൻ ഇടയായിത്തീരുന്നു. മഹാധനവാനായിരുന്നു ബോവസ്. 3, റെഡീമർക്ക് നമ്മെ വീണ്ടെടുക്കുവാനുള്ള മനസ്സുണ്ടായിരിക്കണം. യഥാർത്ഥ വീണ്ടെടുപ്പുകാരന് വീണ്ടെടുക്കുവാൻ മനസ്സില്ലാതിരുന്നപ്പോൾ ബോവസ് പറഞ്ഞു, ഞാൻ വീണ്ടെടുത്തുകൊള്ളാമെന്ന് പറഞ്ഞ യൂത്തിനെ വീണ്ടെടുക്കുവാൻ ഇടയായിരിക്കണമെങ്കിൽ വ്യർത്ഥവും പിതൃപാരമ്പര്യമായി നടന്നിരുന്ന മോവാബ്യ പാരമ്പര്യത്തിൽ കിടന്ന്
ബോവസ് വീണ്ടെടുത്തു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത്, ഒരു ബോവസ് എന്ന വീണ്ടെടുപ്പുകാരനെ ലഭിക്കുവാനായി ഇടയായിത്തീർന്നു. അതിൽ കൂടെയാണ് ഒരു ഓബേദ് ജനിക്കുവാനായി ഇടയായിത്തീർന്നത്. അതിൽ കൂടെയാണ് ഇസ്രായേൽ ജനിക്കുവാൻ ഇടയായിത്തീർന്നത്. അതിൽ കൂടിയാണ് ദാവീദ് ജനിക്കുവാനായി ഇടയായിത്തീർന്നത്. അതിൽ കൂടിയാണ് ദാവീദിന്റെ വംശത്തിൽ നിന്ന്, ദാവീദിന്റെ വീട്ടിൽ നിന്ന് യഹൂദ ഗോത്രത്തിന് സിംഹമായി യേശുക്രിസ്തു ജനിക്കുവാനായി ഇടയായിത്തീർന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് നമ്മളെ വിളിച്ചു പറയട്ടെ, യേശുക്രിസ്തു നമ്മെ വീണ്ടെടുത്തിരിക്കുന്നുണ്ട്. ഇന്ന് നാം അന്യരും പരദേശികളുമല്ല, കർത്താവിനുള്ളവരാണ്. കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുമല്ല, ഞാൻ ദൈവത്തിന്റെ വകയാണ്, ഞാൻ യേശുക്രിസ്തുവിന്റെ വകയാണ്. കാരണം യേശുവിന്റെ പുനർവാരമായ നടപ്പിൽ തന്നെ വീണ്ടെടുക്കുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്യുന്നത് ഭർത്താവല്ല, ഇന്ന് ഞാൻ ചെയ്യുന്നത് പരാജയമല്ല, ഇന്ന് ഞാൻ ചെയ്യുന്നത് വിജയമാണ്. ഇന്ന് ഞാൻ കാലെടുത്തു വെക്കുന്നത് വിജയമാണ്. ഇന്ന് ഞാൻ മുൻപോട്ട് പോകുന്നത് വിജയമാണ്. കാരണം യേശു കർത്താവിനെ വീണ്ടെടുത്തിരിക്കുന്നു. യേശു കർത്താവിന്റെ കൂടെ ഉണ്ട്. ഈ വീണ്ടെടുപ്പുകാരനെ കുറിച്ച് അനുമതി ചിന്തകൾ ഓർപ്പിക്കണമെങ്കിലും സമയത്തിന് പരിമിതിയുണ്ടല്ലോ. ഒന്നാമത് വ്യർത്ഥമായിരുന്നു എന്താണെന്ന് ഞാൻ ഓർപ്പിച്ചു. നമ്മുടെ പിതൃപാരമ്പര്യമായ നടപ്പുകളായിരുന്നുവെങ്കിൽ വ്യർത്ഥമല്ലാത്തത് ആത്മീയ ജീവിതത്തിൽ എന്തുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കാം. ഫിലിപ്പ് ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. ഓടിയതും അധ്വാനിച്ചതും ഞാനൊന്ന് തൊട്ട വചനമെന്ന് പറയുന്നതേ ഉള്ളൂ. വ്യർത്ഥമായി പോകാത്തതെന്ത്? മൂന്നാമത്തെ ചിന്ത, ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായി പോകയില്ല. കാരണം കർത്താവിന്റെ നാളിൽ എന്തുണ്ടാകും? പ്രശംസ ഉണ്ടാകും. നിങ്ങൾ ഇന്ന് ഈ പ്രതികൂല സാഹചര്യത്തിൽ ഇത്രയും പേര് ഇവിടെ ആരാധനയ്ക്ക് കടന്നു വന്നുവെങ്കിൽ ഇതിന് പ്രതിഫലമുണ്ട്, ഇതിന് പ്രതിഫലമുണ്ട്. ഈ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ജീസസ് അതിന് പ്രതിഫലമുണ്ട് എന്ന് ഓർപ്പിച്ചിരിക്കുന്നു. ഓടിയതും അധ്വാനിച്ചതും വൃഥാവല്ല. മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. വളരെ ഭാരങ്ങളെ സഹിച്ച്, ക്ലേശങ്ങളെ സഹിച്ച് വിശ്വാസത്തിൽ നിലനിൽക്കുന്ന പ്രിയപ്പെട്ടവരെ എനിക്കറിയാം. ഈ സഭയ്ക്കകത്തുമുണ്ട്. ചിലപ്പോൾ ഭർത്താക്കന്മാർ വിടത്തില്ല, ചിലപ്പോൾ പ്രതികൂലങ്ങളാണ്, വീട്ടിൽ പ്രതികൂലങ്ങളാണ്, ഒരു സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല. എങ്കിലും ദൈവത്തെ ഒന്ന് ആരാധിക്കണമെന്ന് ഓർക്കുമ്പോൾ നടക്കാൻ മേലായെങ്കിലും ഓടി വരും. ദൈവത്തെ സ്തുതിക്കണമെന്ന് ഓർക്കുമ്പോൾ വേച്ച കാലുകളുമായിട്ട് ആലയത്തിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീരും. പ്രതികൂലങ്ങൾ എത്ര അനവധിയാണെങ്കിലും അതിലൂടെ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് കടന്നു വരുന്നവരുണ്ട്. ഈ ആലയത്തിൽ ഇന്നും കടന്നു വന്ന് അങ്ങനെ ആയിരിക്കുന്നവരുണ്ട്. എനിക്കറിയാം ദൈവജനമേ, കഴിഞ്ഞ നാളുകളുടെ അനുഭവങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ ഓടി അധ്വാനിച്ചു. ഒന്നുമില്ലായ്മയിൽ അവർ ഓടി. അവരുടെ ശൂന്യമായ സാഹചര്യങ്ങളിൽ അവർ പ്രവർത്തിച്ചുകൊണ്ട് അവർ ഓടിയത് കൊണ്ടാണ് നാം ഇന്ന് ശ്രേഷ്ഠകരമായ അനുഭവങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ ഇടയായിത്തീരുന്നത്. അവരുടെ ഓട്ടം വൃഥാവായില്ല. ഇന്ന് മകൾ ദൈവജനത്തോട് ഞാൻ ഓർപ്പിക്കട്ടെ, വൃഥാവാകാത്ത ഒരു കാര്യമുണ്ട്. ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി പോകത്തില്ല. പിന്നെ എന്തുണ്ടാകും? യേശുക്രിസ്തുവിന്റെ നാളിൽ പ്രശംസയുണ്ടാകും. കരമുയർത്തിയെന്ന് പറയാമോ? യേശുക്രിസ്തുവിന്റെ നാളിൽ പ്രശംസയുണ്ടാകും. അതായത് കർത്താവിന്റെ വരവിന് ശേഷമായിട്ട് മധ്യാകാശത്തിന്റെ 7 വർഷം താൻ കർത്താവിനോട് ഒരുമിച്ചായിരിക്കും. അതിനുശേഷമായിട്ട് പ്രതിഫലം വിഭാഗിക്കുന്ന ഒരു സമയമുണ്ട്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ വിളിച്ചിട്ട് നീ ഓടിയതിന് അർത്ഥവണ്ണം, നീ അധ്വാനിച്ചതിന് അർത്ഥവണ്ണം, പ്രാർത്ഥിച്ചതിന് അർത്ഥവണ്ണം, ചെലവിട്ടതിന് അർത്ഥവണ്ണം ഇതാ കർത്താവ് പ്രതിഫലം വിഭാഗിക്കുമ്പോൾ ക്രിസ്തുവിന്റെ നാളിൽ നിന്നെ കുറിച്ച് ദൈവം പ്രശംസിക്കും. നീ ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, കൈയടിച്ചത് പാട്ടുമായി മനസ്സുകൊണ്ട് ദൈവത്തെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ
തോളയിൽ തൊട്ടി തട്ടിക്കൊണ്ട് നിന്നെ പ്രശംസിക്കുന്ന ഒരു ദിവസം. എത്ര മകൾ കണ്ണുനീരോടെ ആ രംഗം ഒന്ന് കാണുവാനായിട്ടിടയായിട്ട് കർത്താവിന്റെ നാളിൽ സഹോദരൻ നിന്നെ ദൈവം പ്രശംസിക്കുമെന്നാണ്. ഭർത്താവായി പോകത്തില്ല, ഈ ഭൂമിയിലെ എല്ലാം ഭർത്താവായി പോയിരിക്കും. പക്ഷേ ഭർത്താവായി പോകാത്ത ഒന്നുണ്ട്. എന്തുണ്ട്? ഓടിയതും അധ്വാനിച്ചതും ഭർത്താവായി പോകത്തില്ല. സഹോദരി ഭർത്താവായി പോകത്തില്ല. തോളയിൽ തട്ടിക്കൊണ്ട് പ്രശംസയുണ്ടാകും. ഒരു പ്രശംസാ കിരീടം സുവിശേഷം അറിയിക്കുന്നവർക്ക് നല്ലപോലെ തൊഴിലവർക്കായിട്ട് ഇവിടെ കിരീടമൊക്കെ വെച്ചിരിക്കുന്നെങ്കിൽ ഓടിയത് ഭർത്താവായി പോകത്തില്ല കേട്ടോ. അപ്പമാരെ, നിങ്ങൾ ഒത്തിരി ഓടിയിട്ടുണ്ട്, ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ട്, ഒത്തിരി ദൈവദാസന്മാർക്ക് വേണ്ടി ചെലവിട്ടിട്ടുണ്ട്. അത് വെറുതെ അല്ല കേട്ടോ. ഒരു രൂപയെങ്കിലും ദൈവനാമത്തിന് വേണ്ടി ചെലവിട്ടിട്ടുണ്ടെങ്കിൽ അത് ഭർത്താവായി പോകത്തില്ല. ആ പ്രയത്നങ്ങൾ വെറുതെയായി പോകത്തില്ല. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിച്ചാകട്ടെ. അടുത്ത 1-2 ഭാഗം അർപ്പിച്ച് ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തത് വ്യർത്ഥമാക്കാൻ പാടില്ല എന്നും ധന്യനായ പൗലോസ്ലീഹ പറയുന്ന 1-2 ഭാഗങ്ങളുണ്ട്. അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നതുണ്ട് വ്യർത്ഥമാക്കാൻ എന്ത് പാടില്ല. ആ ഭാഗം ഞാൻ ഓർപ്പിക്കാൻ 2 കൊരിന്ത്യർ ലേഖനം 6-ാമത്തെ വചനത്തിൽ ഓർപ്പിച്ചിരിക്കുന്നു. നിനക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപ വ്യർത്ഥമായി പോകരുതേ. ഒന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ കൃപ വ്യർത്ഥമായി പോകരുത്. അത് നിനക്ക് ലഭിച്ചതാണ് കേട്ടോ. നിനക്കിപ്പോൾ എന്ത് ലഭിച്ചിരിക്കുന്നു? ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. അത് വ്യർത്ഥമായി പോകരുത്. ഗലാത്യലേഖനം 2 ചേർത്ത് ഞാൻ ഓർപ്പിക്കാം. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഓടിയതും അധ്വാനിച്ചതോ വൃഥാവായി പോകരുത് എന്ന് ഓർപ്പിക്കുന്നു. അത് നഷ്ടമായി പോകരുത് എന്ന് ഓർപ്പിക്കുന്നു. മുമ്പേ ഞാൻ ഓർപ്പിച്ചു, ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി പോകത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ ഒരു വാണിംഗ് പോലെ പൗലോസ്ലീഹ പറഞ്ഞു, ഓടിയതും അധ്വാനിച്ചതും അത് വെറുതെ എന്ന് വരരുത്. അത് വെറുതെ എന്ന് വരരുത്. 2 കൊരിന്ത്യർ 6:1 പറഞ്ഞിരിക്കുന്നു, ദൈവത്തിന്റെ കൃപ നിങ്ങൾ വ്യർത്ഥമാക്കരുത്. അത് ലഭിച്ചതാ കേട്ടോ. നമുക്കതിന് യോഗ്യതയില്ലായിരുന്നു, പക്ഷെ ആ കർത്താവിന്റെ കൃപ നമുക്ക് ലഭിച്ചു. കർത്താവിന്റെ സ്നേഹം നമ്മെ തേടി വന്നു. പാപികളിൽ ഒന്നാമനായിരുന്നു നമ്മളെ ദൈവം സ്നേഹിക്കുവാനായി ഇടയായി തീർന്നു. കർത്താവിന്റെ സ്നേഹം നമ്മെ തേടി വന്നെങ്കിൽ ആ ലഭിച്ച ദൈവകൃപ വ്യർത്ഥമാക്കി കളയുന്നു. സമയപരിമിതി ഉള്ളത് കൊണ്ട് ഈ സന്ദേശങ്ങൾ അവസാനിപ്പിക്കേണ്ടതുകൊണ്ട് അവസാനമായി ഒരു കാര്യം കൂടി അർപ്പിക്കാം. എന്തുകൊണ്ട് വ്യർത്ഥമായി പോകുന്നില്ല? വളരെ പ്രധാനപ്പെട്ട ഈ മെസ്സേജിന്റെ ഏറ്റവും കാതലായ ചിന്ത ഒന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ ലേഖനം 15-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 15-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. അടുത്തത്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. 2 തവണ അവിടെ എടുത്തോർപ്പിച്ചിരിക്കുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ പ്രയത്നങ്ങളും ഓട്ടങ്ങളും ലഭിച്ച ദൈവകൃപയും വ്യർത്ഥമായി പോകുന്നില്ല? ആൻസർ 127 കണ്ടു. ദൈവത്തെ കൂടാതെയുള്ള പണികൾ വ്യർത്ഥമാണ്. ദൈവത്തെ കൂടാതെയുള്ള കാവലുകൾ വ്യർത്ഥമാണ്. ദൈവത്തെ കൂടാതെയുള്ള അധ്വാനങ്ങൾ വ്യർത്ഥമാണ്. ഞാൻ ഓർപ്പിച്ചു, വ്യർത്ഥമായിരുന്ന അനുഭവങ്ങളിൽ നിന്ന് യേശുക്രിസ്തു നമ്മെ തന്റെ തങ്കച്ചോര കൊണ്ട് വീണ്ടെടുത്തതുകൊണ്ട് വ്യർത്ഥമായ അനുഭവങ്ങളെ കർത്താവ് മാറ്റിയെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ അനുഭവങ്ങൾ വ്യർത്ഥമായി തീരുന്നില്ല? ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായി തീരുന്നില്ല. നിങ്ങളുടെ
വിശ്വാസം വ്യർത്ഥമാകുന്നില്ല. വാക്കുകൾക്ക് വിരാമം കുറിക്കുക, വളരെ ശ്രദ്ധിച്ചിരിക്കുക. എന്താ കാരണം? എന്താ? ഉറക്കെ പറ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. വാ തുറന്ന് എല്ലാവരും ഒന്ന് പറയാമോ? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് കൊണ്ട് ലേഖനത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ ധന്യനായ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഈ ആയുസ്സിൽ മാത്രം നീ പ്രത്യാശ വച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരും അരിഷ്ടരാണ്. അങ്ങനെയെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഈ ആയുസ്സിൽ മാത്രമല്ല നമുക്ക് പ്രത്യാശയുള്ളത്, ഈ ഭൂമിയിൽ മാത്രമല്ല പ്രത്യാശയുള്ളത്. നമ്മുടെ അധ്വാനങ്ങൾ വൃഥാവാകുന്നില്ല, അത് വെയിനായി പോകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കുവാനിടയായിട്ടുണ്ട്. Because Jesus risen from the dead. യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുവാനിടയായിട്ടുണ്ട്. അതുകൊണ്ട് വൃഥാവായി പോകുന്നില്ല. ആ 15-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കാമോ? അതിന്റെ തൊട്ടു മുകളിലുള്ള വാക്യം 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 15-ാമത്തെ അധ്യായത്തിലെ അത് തന്നെ, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ചോ? വളരെ അടിവരയിട്ട് സൂക്ഷിക്കേണ്ട ഒരു തിരുവെഴുത്താണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഒന്നാമത് പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനാണ് യേശു കർത്താവ് തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചുയർത്തെഴുന്നേറ്റതെങ്കിൽ, നമ്മുടെ വ്യർത്ഥവും പിതൃപാരമ്പര്യമായിരുന്ന സകല അനുഭവങ്ങളെയും മാറ്റിക്കൊണ്ട് നമുക്ക് വ്യർത്ഥമായിരുന്ന സകല അനുഭവങ്ങളെയും അത് പ്രയോജനമുള്ളതാക്കി തീർക്കുവാൻ ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ ഇന്ന് പകരം ദൂത് ദൈവജനത്തിന് കൈമാറട്ടെ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് വ്യർത്ഥമായ അനുഭവങ്ങളെ കർത്താവ് മാറ്റുവാൻ ശക്തനാണ്. പ്രയോജനരഹിതമെന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങളെ യേശു മാറ്റുവാൻ മതിയായവനാണ്. നിങ്ങൾ ഓടിയത് വൃഥാവല്ല, നിങ്ങൾ അധ്വാനിച്ചത് വൃഥാവല്ല. അപ്പോൾ തന്നെ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമല്ല, എന്റെ പ്രസംഗവും വ്യർത്ഥമല്ല. കാരണം ഒരു നിശ്ചലതയും ഒരുക്കുന്നു. കർത്താവിന്റെ വരവിൽ ഒരു പ്രശംസക്കായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കുന്നു. എല്ലാ ദൈവമക്കളും അത് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം കർത്താവിനെ ഒന്ന് ധ്യാനിക്കാം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ടു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമ്മുടെ പ്രയത്നങ്ങൾ വ്യർത്ഥമാകുന്നില്ല. ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ശരീരത്തിൽ ഒരു വിടുതൽ ഉണ്ടാകട്ടെ. യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഉയർപ്പിന്റെ ശക്തി ശരീരത്തിൽ വരട്ടെ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് വ്യർത്ഥമെന്ന് ചിന്തിക്കുന്ന പല അനുഭവങ്ങളിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായി ഇടയായി തീരട്ടെ. എല്ലാവരും അല്പസമയങ്ങൾ സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരെയും കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. കർത്താവേ, എന്റെ ജീവിതത്തിലെ എന്റെ അധ്വാനങ്ങളിൽ വ്യർത്ഥമായി പോവുകയാണ്. എന്റെ കാവലുകൾ പലതും വൃഥാവായി പോവുകയാണ്. കർത്താവ്, എന്റെ പണികൾ പലതും വൃഥാവായി പോവുകയാണ്. ഇന്ന് പകലെന്നാൽ ഒന്നും വൃഥാവാകുന്നില്ല. യേശു കർത്താവിന്റെ കൂടെ ഉള്ളത് കൊണ്ടത് ഞാൻ ശ്രദ്ധിച്ചല്ലോ. അല്ല, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റത് കൊണ്ട് എന്റെ പ്രസംഗം വൃഥാവല്ല, എന്റെ വിശ്വാസം വൃഥാവല്ല, നിങ്ങളുടെ വിശ്വാസം വൃഥാവല്ല. ഇന്ന് പകൽ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശു കർത്താവിനെ ഒന്ന് ധ്യാനിക്കാം. ക്രൂശിനെ ഒന്ന് ധ്യാനിക്കാം. ആ കർത്താവിനെ ഒന്ന് ധ്യാനിക്കാം.
ആ കരങ്ങൾ സ്വർഗത്തിലേക്ക് തുറന്നുകൊണ്ട്, കർത്താവേ, അങ്ങനെക്ക് വേണ്ടി മരിച്ചല്ലോ, അങ്ങനെക്ക് വേണ്ടി മരിച്ചടയ്ക്കപ്പെട്ട് മൂന്നാം നാൾ തിരുവെഴുത്തൽ പ്രകാരം ഉയർത്തെഴുന്നേറ്റല്ലോ, എന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയില്ല കർത്താവേ. അതുകൊണ്ട് എന്റെ വ്യർത്ഥമായിരുന്ന സകല അനുഭവങ്ങളെയും മാറ്റി ഇന്ന് പ്രയോജനമുള്ള അനുഭവങ്ങളൊക്കെ തീർത്തല്ലോ എന്ന് ഓർത്ത് ആ ക്രൂശിനെ ഒന്ന് ധ്യാനിപ്പാനായി ഇടയായി തീരട്ടെ. ആ ക്രൂശിലേക്കൊന്ന് നോക്കാം, ക്രൂശിനെ ധ്യാനിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കൂ. കർത്താവിൻ പ്രിയരെ, യേശു കർത്താവ് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ വ്യർത്ഥമല്ല. കർത്താവിന്റെ നാളിൽ ഒരു പ്രശംസ ഉണ്ടാകുന്ന വചനം ഓർപ്പിക്കുമ്പോൾ നീ ഓടിയത് അധ്വാനിച്ചതും വ്യർത്ഥമല്ല. എന്നാൽ അതേ വചനം തന്നെ ഓർപ്പിക്കുന്നു, നീ ഓടിയത് അധ്വാനിച്ചതും വ്യർത്ഥമായി പോകരുത്. നിനക്ക് ലഭിച്ച ദൈവകൃപ വ്യർത്ഥമാക്കി കളയരുത്. ഒരു നിമിഷം സമർപ്പിക്കുക. കർത്താവേ, എനിക്ക് ലഭിച്ച ദൈവകൃപ വ്യർത്ഥമാക്കി കളയാതെ എനിക്ക് വേണ്ടി അവസാനത്തിന്റെ രക്തങ്ങളെയും ഊറ്റിത്തന്നു എന്നെ വീണ്ടെടുത്ത് അവിടുത്തെ മക്കളാക്കി തീർത്തെങ്കിൽ ഈ കൃപ നഷ്ടമാക്കി കളയാതെ, എന്റെ ഓട്ടവും അധ്വാനവും വൃഥാവാക്കി കളയാതെ ക്രിസ്തുവിന്റെ നാളിൽ പുകഴ്ചയ്ക്കായിട്ട് എന്നെ തന്നെ സമർപ്പിക്കുന്നുള്ള പ്രാർത്ഥനയോട് ഈ ആരാധന മടങ്ങുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള വാക്കുകളോടുകൂടി എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ശരണമവൻ തരും താൻ ചിറകുകളിൻ കീഴിൽ, പരിചയും പലകയുമായി പരമനിപ്പാരിടത്തിൽ. ശരണമവൻ തരും താൻ ചിറകുകളിൻ കീഴിൽ, പരിചയും പലകയുമായി തുണയെനിക്കേശുവേ, കുറവിനില്ലതാൽ അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലഭൻ കാത്തിടുമേ. വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലഭൻ കാത്തിടുമേ. തുണയെനിക്കേശുവേ, കുറവിനില്ലതാൽ അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചി